ശക്തമായ മഴയിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് പുനലൂരിൽ മതിലും സർവീസ് സ്റ്റേഷൻ കെട്ടിടവും ഇടിഞ്ഞുവീണ് അപകടത്തിൽ ഒരാൾക്ക് ദാരുണാന്ത്യം. ലോറിക്കുള്ളിൽ കുടുങ്ങിയ വന്മള സ്വദേശി അയ്യത്ത് പുത്തൻവീട്ടിൽ സിജു തോമസ് ആണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. ഇന്ന് വൈകിട്ടായിരുന്നു സംഭവമുണ്ടായത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലെ നെല്ലിപ്പള്ളി പെട്രോൾ പമ്പിന് പിൻഭാഗത്തായി പ്രവർത്തിച്ചു വന്ന സർവീസ് സ്റ്റേഷൻ കെട്ടിടവും തൊട്ടുചേർന്ന മതിലുമാണ് നിലംപൊത്തിയത്. ചൊവ്വാഴ്ച ഉച്ച മുതൽ ഇവിടെ ശക്തമായ കാറ്റും മഴയുമൊക്കെ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് വൈകുന്നേരം അപകടം സംഭവിച്ചത്. കോൺക്രീറ്റ് മതിലും സർവീസ് സ്റ്റേഷൻ കെട്ടിടവും ഒരേ സമയം ഇടിഞ്ഞു വീഴുകയായിരുന്നു. ലോറിയും സ്കൂൾ ബസും സ്കൂട്ടറുകളും ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങൾ ഉള്ളിൽ പെട്ടതായി സംശയിക്കുന്നുണ്ട്. കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് മേൽക്കൂര വാഹനങ്ങൾക്ക് മുകളിൽ പതിച്ചു. കൂറ്റൻ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉൾപ്പെടെ എത്തിച്ചാണ് കോൺക്രീറ്റ് പാളികൾ നീക്കിയത്. അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഏറെ നേരത്തെ രക്ഷാപ്രവർത്തനത്തിന് ശേഷമാണ് ലോറിയുടെ ക്യാബിൻ വെട്ടിപ്പൊളിച്ച് ഷിജുവിന്റെ മൃതദേഹം പുറത്തെടുത്തത്. അതേസമയം തെക്കു-പടിഞ്ഞാറൻ കാലവർഷത്തിന്റെ മുന്നോടിയായി ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിനും മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദങ്ങൾ സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് കാരണമാകാമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം തീരത്തും കന്യാകുമാരി തീരത്തും കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ ആഴ്ച അവസാനത്തോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ, ആൻഡമാൻ കടൽ, അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നിലവിൽ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാനും സാധ്യതയുണ്ടെന്ന് വകുപ്പ് പറഞ്ഞു. ഇതിനൊപ്പം തെക്കൻ കർണാടകയ്ക്ക് മുകളിലായി സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 5.8 കിലോമീറ്റർ ഉയരത്തിൽ മറ്റൊരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. ഈ രണ്ട് കാലാവസ്ഥാ മാറ്റങ്ങളുടെയും സ്വാധീന ഫലമായി കേരളത്തിൽ മെയ് 14 മുതൽ 16 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കാമെന്നാണ് മുന്നറിയിപ്പ്. അതേസമയം ഇടിമിന്നലിൽ 4 പേരാണ് മരിച്ചത്. പന്തല്ലൂർ മലയിലെ വ്യൂ പോയിന്റ് കാണാനെത്തിയ 7-അംഗ സംഘത്തിലെ 4 വിദ്യാർത്ഥികളാണ് ഇടിമിന്നലേറ്റ് മരിച്ചത്. അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴയ്ക്കിടയിലാണ് വിദ്യാർത്ഥികൾക്ക് ഇടിമിന്നൽ ഏറ്റത്. മങ്കട പന്തല്ലൂർ മലയിലെ വ്യൂ പോയിന്റ് സന്ദർശിക്കാനെത്തിയ 7-അംഗ സംഘം അപകടത്തിൽപ്പെടുകയായിരുന്നു. ശക്തമായ ഇടിമിന്നലാണ് ഈ പ്രദേശത്തുണ്ടായത്. ഇടിമിന്നലേറ്റ വിദ്യാർത്ഥികൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. പ്രദേശവാസികളാണ് വിദ്യാർത്ഥികളെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചത്. ഉടൻ തന്നെ CPR നൽകി. എന്നാൽ 4 വിദ്യാർത്ഥികൾ മരിക്കുകയായിരുന്നു. വെള്ളില സ്വദേശികളായ റഹീസ്, സിയാദ്, ബഹാസ്, ഫഹദ് എന്നിവരാണ് മരിച്ചത്. 2 പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്.